കൃത്യമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ട് ഓതാൻ തുടങ്ങുക. പരമാവധി എല്ലാ ദിവസവും ഓതുക. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല, പിന്നെ അടുത്ത ദിവസം നമ്മളത് ഓതിയാൽ മതി. അപ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതി നോക്കിക്കേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിഷമം വന്നപ്പോൾ, ഒരു സങ്കടം വന്നപ്പോൾ ഈ സൂറത്ത് ഓതിയിട്ടാണ് ജിബ്രീൽ എന്ന മലക്ക് അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ സമാധാനിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കും ഒരു പ്രയാസ പ്രശ്നം വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്ത് കൊണ്ട് ശിഫ കിട്ടും. എങ്ങനെ? ഈ സൂറത്ത് ശാരീരിക വേദന ഉണ്ട്, കൈക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ എത്രയോ ആളുകൾ അല്ലെ ബ്ലോക്ക് വന്ന് പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട്, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തന്നെ ഏതോ ഉസ്താദിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത് പോകാനൊന്നും വേണ്ട, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹിന്റെ വാക്കാണ് അല്ലെ, അള്ളാഹുവിന്റെ വചനം. അത് ഓതിയിട്ട് നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞാൽ മന്ത്രി ചൂതാൻ പാടില്ല, അതൊക്കെ ഷിർക്ക് കുഫർ. ഈ പറയുന്നവർക്ക് എന്ത് ബോധമുണ്ട്? ഞാൻ പറയട്ടെ, മന്ത്രി ചൂതാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചില്ലേ? നബി തങ്ങളെ മന്ത്രിച്ചില്ലേ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം? അതൊക്കെ സ്വഹീഹായ ഹദീസാണ്. തൽക്കാലം നമ്മളത് വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല, അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ സൂറത്തുൽ മുസമ്മിൽ ഓതുക. നമ്മൾ നമുക്ക് വേണ്ടി, സ്വന്തം, വേറെ ആർക്കും വേണ്ടിയല്ല. ഇഷ്ഫി എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇഷ്ഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവേ നീ ശിഫ തരണേ, നീ ശിഫ കൊടുക്കണേ എന്ന അർത്ഥം. അല്ലാതെ ഹു എന്ന് പറഞ്ഞ ഊതലല്ല, ഷൂ എന്ന് പറഞ്ഞ ഊതലല്ല, ഇഷ്ഫിയാണ്. എന്ന് വെച്ചാൽ മന്ത്രി ചൂത എന്ന് പറഞ്ഞാൽ ആ മറ്റേ എന്താ പറയാ, മന്ത്രിക്കുന്ന ആളുടെ തുപ്പൽ അതിലേക്ക് വീണു, അല്ലെങ്കിൽ എന്താണ് ആ വെള്ളത്തിലേക്ക് തുപ്പി, അങ്ങനെയൊന്നും അല്ല അർത്ഥം. ഇഷ്ഫി എന്നാ പറഞ്ഞത്. ഇഷ്ഫി സ്വന്തമായി നമ്മൾ മന്ത്രിക്കുക. ഇഷ്ഫി അള്ളാഹു നീ ശിഫ തരണേ അള്ളാഹിനോടാ പറയുന്നത്. അപ്പോൾ അത് എടുത്ത് ആ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സ്കിൻ പരമായി, ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നമ്മൾ തേക്കുന്ന ഒരു സൗന്ദര്യത്തിന് വേണ്ടി അതും ഇതൊക്കെ ക്രീമൊക്കെ തേക്കാറുണ്ട്. എൻ്റെ ഉമ്മമാർ, ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾക്ക് പറഞ്ഞാൽ പോയി ഉസ്താദിൻ്റെ വീട്ടുകാർ, ഉസ്താദിൻ്റെ വൈഫൊക്കെ ചിലപ്പോൾ പുട്ടിയെ കിട്ടായിരിക്കും നടക്കുന്നത്, അതിന് കുഴപ്പമില്ല, ഞങ്ങൾ തേച്ചാൽ കുഴപ്പം എന്നൊക്കെ പല ആളുകളും പറയാറുണ്ടാവും. ഞാനതുകൊണ്ട് തീരെ പാടില്ല എന്നൊന്നും പറയുന്നില്ല, കാരണം അത് ഹറാമായ ഒരു പ്രവൃത്തിയൊന്നുമില്ല. എന്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പൗഡർ ഇടുക, അല്ലെങ്കിൽ ഒരു എന്താണ് പുട്ടിയിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് തേക്കുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമൊന്നുമല്ല. പക്ഷേ അത് തേച്ചിട്ട് എല്ലാവരും കാണിക്കാൻ വേണ്ടി നടക്കുന്നത് അത് പാടില്ലാത്തതാണ്. പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ ഈ കെമിക്കൽസ് ശരീരത്തിൽ തേക്കും തോറും എന്താകും? നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് സ്കിൻ പരമായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സൂറത്തുൽ മുസമ്മിൽ ഓതുക, എല്ലാ ദിവസവും ഓതുക. പറ്റുന്നത് പോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് നമ്മൾ തന്നെ കുടിക്കുക. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിൽ തേക്കുക. ഇതെന്താ? ഖുർആനാണ്. ഇത് ഖുർആനാണ്, ഏതെങ്കിലും ഒരു ഔലിയ പറഞ്ഞതല്ല. ചില ആളുകൾക്ക് ഔലിയാക്കന്മാരെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഹാലളകും, ചില തങ്ങന്മാരെന്ന് കേൾക്കുമ്പോൾ ഇളകുന്നവർക്ക് അങ്ങനെ ഇളകട്ടെ. പക്ഷേ ഇത് പരിശുദ്ധമായ ഖുർആനാണ്. മുത്തായ റസൂലിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുത്ത ഒരു സൂറത്താണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു തർക്കവുമില്ല. തർക്കമുള്ളവന് ഈ ഖുർആൻ എന്ന് ഓതിയ ഒരു ഗുണം ഉണ്ടാവില്ല എന്നെങ്ങാനും ആരെങ്കിലും ഇത് കേട്ടിട്ട് ചിന്തിച്ചാൽ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്താണ്. കാരണം എന്താ? അള്ളാന്റെ വാക്ക് ധിക്കരിക്കുകയാണ്. ഖുർആനിന് പവറില്ല, ഖുർആനിന് വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല. ഖുർആനിന്റെ ശ്രേഷ്ഠതയെ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആ അമാനുഷികതയെ ഏതെങ്കിലും ഒരാൾ ചോദ്യം ചെയ്താൽ അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ, ഞാൻ പറയട്ടെ, ഇവിടെ നബി തങ്ങൾ പറയുന്നു, ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ വന്നപ്പോൾ ജിബ്രീൽ